പരിശുദ്ധ നോമ്പിലെ 24-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ വളരെ അസാധാരണമായി കഠിനമായ വാക്കുകൾ ഈശോ ഉപയോഗിക്കുകയാണ്. കൊറാസീൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. ഈശോ വളരെയേറെ സമയം ചെലവഴിക്കുകയും പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത നഗരങ്ങളായിരുന്നു ഇവയൊക്കെ. ദൈവസാന്നിധ്യത്തിൻ്റെ അസാധാരണമായ അടയാളങ്ങൾ അവിടുത്തെ ജനം കണ്ടിരുന്നു. എന്നിട്ടും അവരിൽ പലരും മാറ്റമില്ലാതെ തുടർന്നു. അവർ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, പക്ഷെ അവരുടെ ഹൃദയം മാനസാന്തരത്തിലേക്ക് നീങ്ങിയില്ല. അതിനാൽ അല്പം നൈരാശ്യത്തോടെയാണ് ഒരുപക്ഷെ ഈശോയോട് സംസാരിക്കുന്നത്. ടൈർ, സീദോൻ തുടങ്ങിയ പാപകരമായ നഗരങ്ങളിൽ ഒരുപക്ഷെ ഈ അത്ഭുതങ്ങൾ നടന്നിരുന്നെങ്കിൽ അവിടെയുള്ള ജനം വളരെ മുൻപേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ പ്രശ്നം കൃപയുടെ അഭാവമായിരുന്നില്ല, പിന്നെയോ പ്രതികരണത്തിൻ്റെ അഭാവമായിരുന്നു. നോമ്പുകാലത്ത് ഈ സുവിശേഷം നമുക്ക് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിൽ പലരും ഈ പട്ടണങ്ങളെപ്പോലെയാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൈവവചനം കേൾക്കാൻ ഒട്ടനേകം അവസരങ്ങളുണ്ട്. പരിശുദ്ധ കുർബാനയുണ്ട്, അനുരഞ്ജനത്തിൻ്റെ കൂദാശയുണ്ട്, സഭയുടെ പ്രബോധനങ്ങളുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിൽ വളരാൻ എണ്ണമറ്റ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്: ഇവയൊക്കെയും നൽകപ്പെട്ടിട്ടും ഇവ നമ്മുടെ ഹൃദയങ്ങളെ യഥാർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ടോ? നോമ്പുകാലം കുറച്ചധികം പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കുന്നതിലോ ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നതിലോ മാത്രമല്ലല്ലോ. ആത്യന്തികമായി ഇതൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. നമ്മുടെ ജീവിത നിസ്സംഗതയെ ഭേദിച്ചുകൊണ്ടും നമ്മുടെ ഹൃദയങ്ങളെ മയപ്പെടുത്തിക്കൊണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു മടക്കയാത്രയുടെ പുണ്യമായ സമയം, ഒരു രൂപാന്തരീകരണത്തിൻ്റെ സമയം. നമ്മുടെ പാപങ്ങളിൽ അനുദപിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അനുഗ്രഹീതമായ സമയം. ഈ നാളുകളിൽ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് നാം ദൈവത്തെ നിരസിക്കുന്നതൊന്നുമല്ല, പിന്നെയോ നാം ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നാം കേൾക്കുന്ന വചനം നമ്മെ വെല്ലുവിളിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. We intentionally stop letting the word of God challenge us. ഒരു ആത്മീയ ഉണർവിലേക്ക് ഈശോ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. അവൻ്റെ മുന്നറിയിപ്പുകൾ ഒരു ക്ഷണവുമാണ്. നമുക്ക് ലഭിച്ച കൃപകൾ ഒരിക്കലും പാഴാക്കരുത്. So let this Lenten season be a time when we truly listen, repent, and allow God to transform our lives. നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. കാരണം എത്രത്തോളം നന്മകളും കൃപകളും നാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നുവോ അത്രത്തോളം വിശ്വാസത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും ദൈവത്തോട് പ്രത്യുത്തരിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.